നമുക്ക് വൈകുന്നേരം ചായയോടെ കഴിക്കാനൊക്കെ കോളിഫ്ലവർ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ബജ്ജി ഉണ്ടാക്കിയാലോ. അതും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രുചിയിലുണ്ടാക്കാം. എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിതാ നേരെ വീഡിയോയിലേക്ക് പോവുകയാണേ. ഇത് നല്ല ഒരു കോളിഫ്ലവർ ആയിരുന്നേ. ഞാൻ മടി പിടിച്ച് ഫ്രിഡ്ജിൽ 2-3 ദിവസം സൂക്ഷിച്ചത് കൊണ്ട് തന്നെ അത് ഇത്തിരി കേടായിപ്പോയി. അപ്പം നമുക്ക് ആദ്യം ഇത് ബജ്ജി ഉണ്ടാക്കാനായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും കട്ട് ചെയ്യാം, അത്യാവശ്യം വലുതായിട്ടും എടുക്കാം. ഞാനിവിടെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിലൊക്കെ ചെറിയൊരു കറുപ്പ് പോലുള്ള ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെത്തി മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ കട്ട് ചെയ്ത കോളിഫ്ലവർ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുഴുവിൻ്റെ ഇതൊക്കെ മാറാനായിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് അടുപ്പിലേക്ക് വെള്ളം ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ ബജ്ജി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് ബജ്ജിക്കുള്ള മാവ് തയ്യാറാക്കാം. മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളറിന് വേണ്ടിയിട്ട് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും 1/4 സ്പൂണ് നമ്മുടെ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ കായം കട്ട കായമാണെങ്കിൽ അത് നേരത്തെ വെള്ളത്തിലൊന്ന് കുതിർത്ത് അലിയിച്ച് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് മാവെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മാവ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. നല്ലോണം വെള്ളം ആവാൻ പാടില്ല. ഇനി മാവ് നമുക്കൊരു 10 മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തോരാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ വെള്ളം എല്ലാം തോർത്തി നമ്മളിത് വെള്ളമൊന്നും ഇല്ലാതെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ ഒരു പാനിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സമയം കൊണ്ട് തന്നെ ഞാൻ മാവിലേക്ക് ഓരോ കോളിഫ്ലവറായിട്ട് പറക്കി ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകിൽ ഡയറക്റ്റ് നമുക്ക് കോളിഫ്ലവർ മാവിൽ മുക്കി എണ്ണയിലോട്ട് ഇടാം, അല്ലെങ്കിൽ ഇതുപോലൊന്നും സ്പൂണിലേക്ക് കോരി ഇട്ടാൽ മതി. അപ്പം നല്ലോണം എണ്ണ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം ഇടാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഇതിനിടയ്ക്കുണ്ടല്ലോ നല്ലോണം ഒന്ന് തിരിച്ച് മറിച്ച് വിടുക. പിന്നെ തീ മാക്സിമം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പിന്നീട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ബജ്ജി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഒരു പാത്രത്തിലോട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കോളിഫ്ലവർ എല്ലാം നമ്മളിതാ പാത്രത്തിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നേ വറക്കാനായിട്ട്. അതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടതും കൂടെ നമ്മുടെ എണ്ണയിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഫൈനലി നമ്മുടെ കോളിഫ്ലവർ ബജ്ജി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത് രേവുട്ടി അമ്പാടിയാണേ. അവർക്ക് 2 പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതുപോലെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.